ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷുവിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നാലോ. അപ്പോൾ തലേ ദിവസമാണ് നമ്മൾ വിഷുവിനുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്നത്. എല്ലാവരും അതിൻ്റെ തിക്കും തിരക്കിലാവൂലേ. അപ്പോൾ നമുക്കും ഒരു വിഷു തയ്യാറെടുപ്പായാലോ. സദ്യയും കണിയും ഒക്കെ ഒരുക്കാണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മാങ്ങ പൊട്ടിച്ച് വെക്കുകയാണ്. വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ചെറിയൊരു മാവുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചു മാങ്ങ. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ കടയിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ കണി വയ്ക്കാൻ വാങ്ങാനുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് മേടിക്കാൻ പോയി. അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കടയിലേക്കാണ് പോയത്. ഫ്രൂട്ട്സ് കണി വയ്ക്കാൻ ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ കുറച്ച് മുന്തിരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ പോയി. ഒക്കെ കുറേശ്ശായിട്ട് വാങ്ങിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കണിമത്തങ്ങ, ഇത് കണിമത്തൻ എന്നാണ് പറയുക നമ്മൾ. നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളതൊക്കെ വാങ്ങി വീട്ടിലെത്തി. എല്ലാം പഴങ്ങളും പച്ചക്കറികളും വിഷു സദ്യ ഒരുക്കാനും വിഷു കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പോൾ അതൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഇനി പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഐറ്റംസ് നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സദ്യയിലെ കുറച്ച് വിഭവങ്ങൾ കുറച്ച് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. എല്ലാം നമുക്ക് തലേ ദിവസം ഒരുക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കണി ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേട്ടനും കൂടി കണി ഒരുക്കാൻ നിന്നു. ആദ്യം പച്ചക്കറികളും പഴങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ മത്തനാണിത്, പിന്നെ നേന്ത്രപ്പഴം, മാങ്ങ, അങ്ങനെയുള്ള ഐറ്റംസ് പച്ചക്കറികളൊക്കെ അവിടെ പാത്രത്തിൽ മാറ്റി വെച്ചു. പിന്നെ ചക്ക, പൈനാപ്പിൾ, മുന്തിരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നിൽക്കണം. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. അരിഞ്ഞ് വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പം പിന്നീട് നമ്മൾ മാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നേരത്തെ പർച്ചേസിൻ്റെ മുന്നേ തന്നെ പറിച്ച് വെച്ച മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ചാറിടാൻ ആദ്യം മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. അതിലേക്ക് കടുക് വറുത്തിടാൻ കടുകും കറിവേപ്പിൻ്റെ ഇല, ഉലുവപ്പൊടി ഇതൊക്കെ ഇട്ട് വറുത്ത് അച്ചാർ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ രണ്ടാമത് ചെയ്ത് കാളനാണ്. ഒരു നേന്ത്രക്കായ എടുത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പ് സെറ്റ് ചെയ്തു. ജീരകവും തേങ്ങയൊക്കെ അരച്ച് പിന്നെ അതിലേക്ക് വെന്ത് വന്നതിലേക്ക് കടുകും അരപ്പൊഴിച്ച് കടുകും ഉണക്കമുളകും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് നമ്മൾ കാളൻ കുറുക്കിയിലേക്ക് വറുത്തിട്ടു. അപ്പോൾ നമ്മുടെ കാളൻ സെറ്റാക്കി. അപ്പോൾ അച്ചാറ് കാളനും ആണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് അച്ചാറുണ്ടാക്കി, പിന്നെ കാളൻ കുറുക്കി. പിന്നെ അടുത്തത് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമ്മൾ മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ച് അതിൻ്റെ വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് വേണം പുളിയിഞ്ചി ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് അരിച്ച് 2-3 തവണ അരിച്ച് സെറ്റ് ചെയ്തിട്ടാണ് അടുപ്പത്താണ് ഞാൻ കാളൻ കുറുക്കിയത് കേട്ടോ. അപ്പോൾ കുറേ സമയം കുറുകണ്ടേ. ഇഞ്ചിപ്പുളി. അപ്പോൾ പുളി കുറുകി വരണ്ടേ. പിന്നെ നമ്മൾ ശർക്കര ഒരു സൈഡിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തു. പുളി അവിടെ അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട്. പുളി ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് ഈ വഴറ്റിയ സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം തന്നെയാണോ വഴറ്റിയിടുന്നത്, അതോ പുളി വെന്തതിന് ശേഷമാണോ വഴറ്റിയിടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയാണോ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യും. പല സ്ഥലത്തും ഇഞ്ചിക്കറിയെന്നും പുളിയിഞ്ചിയെന്നും ഇഞ്ചിപ്പുളിയെന്നൊക്കെ പറയും. ഞങ്ങളിവിടെ പുളിയിഞ്ചി പറയും. അപ്പോൾ നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ നമ്മളെ പുളിയൊക്കെ കുറുകി വന്നു. നമ്മൾ വഴറ്റി വെച്ച ചേരുവകളൊക്കെ അതിലേക്ക് ഇട്ടു. നന്നായി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അവസാനമാണ് ഞാൻ കടുക് കാച്ചുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വഴറ്റി അതിലേക്ക് ഇടുന്നു. അപ്പോൾ നന്നായി നമ്മുടെ ഇഞ്ചിപ്പുളി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്നുകൂടി കട്ടിയാവും. ഞാൻ ചെറിയൊരു ലൂസിലെടുത്തിട്ടുണ്ട്.
നന്നായി കട്ടിയായാൽ കുറച്ചും കൂടി ഇതാവും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു കേട്ടോ കുറച്ച് നേരം. കുറച്ച് മേശപ്പൂത്തിരി പൂത്തിരിയൊക്കെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ കണി കണ്ടു. കണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണി കണ്ട് പിന്നെ രാവിലെ സാമ്പാർ ആണ് ഉണ്ടാക്കാൻ പോയത്. ഇഞ്ചിപ്പുളി, കാളൻ, അച്ചാറൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ രാവിലെ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ചൊഴിച്ചു. പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ച് അതിലേക്ക് അരപ്പൊഴിച്ച് ഒഴിച്ചു. പിന്നെ കടുക് പൊടിച്ച് സിമ്പിളായിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ പിന്നെ പെട്ടെന്ന് കഴിയും. തേങ്ങ വറുത്ത് വെച്ചാൽ സാമ്പാർ റെഡി. തേങ്ങ വറുക്കാനാണ് കുറച്ച് പണി. അതിലേക്ക് കടുകും ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് വറുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ സാമ്പാറും സെറ്റായി ഇവിടെ. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ സാമ്പാറിന്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് സാമ്പാർ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ അവിയലുണ്ടാക്കാനാണ് കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അത് ആദ്യം പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായി വേവിച്ചു. പിന്നെ അതിലേക്ക് അരപ്പ് തേങ്ങയും കുറച്ച് നല്ല ജീരകവും ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. പിന്നെ മോരൊഴിച്ച് അത് നന്നായി വറ്റി വന്ന ഈ അരപ്പയിലേക്ക് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. അത് ലാസ്റ്റ് വേണം ഒഴിക്കാൻ, എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയ കിടിലൻ ടേസ്റ്റാട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയ കമൻറ്റ് പറയണേ. പിന്നെ നമ്മൾ അടയാണ് ഉണ്ടാക്കിയത് രാവിലെ ചായക്ക്. വിഷു അല്ലേ, അപ്പോൾ വിഷുവിന് അടയാണ് ഉണ്ടാക്കിയത്. ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി അടയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷു സദ്യ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അതെല്ലാം ഉണ്ടാക്കി വിളമ്പാൻ സെറ്റ് പോവാട്ടോ. അപ്പോൾ കേബേജ് ഉപ്പേരി, ചോറ്, സാമ്പാർ, അവിയൽ, കാളൻ എല്ലാം, പപ്പടം ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വിളമ്പാൻ പോകണം. അപ്പോൾ നമ്മൾ വിഷുവിന് ചക്കയാണ് കേട്ടോ. ഓണത്തിന് കായ വറുത്തതും ശർക്കര ഉപ്പേരിയാണ് നമ്മൾ വിളമ്പുന്നത്. പക്ഷേ വിഷുവിന് ചക്ക വറുത്തത്, ഇഞ്ചിപ്പുളി, അച്ചാർ, കാളൻ, അവിയൽ, ഉപ്പേരി ഇതെല്ലാം കൂടി സദ്യ ഒരുക്കിട്ടോ. അപ്പോൾ നമ്മൾ വിഷുക്കണി വെച്ചതിൻ്റെ അവിടെ ഒരു ഇലയിലും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്, നെയ്തിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.